നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘത്തിൽ സ്ഥിര നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്ത്. കേസെടുത്ത് പോലീസ്. തട്ടിപ്പിന്റെ വ്യാപ്തി കോടികൾ കടക്കുമെന്ന് സൂചന. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും യുവതിയെ കൈകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതിലുള്ള മനോവിഷമം കാരണം പാനൂരിലെ ആദിത്യ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ യുവാവിന്റെ ജാമ്യഹർജി തള്ളി. ജാമ്യഹർജി തള്ളിയത് ജില്ലാ സെഷൻസ് കോടതി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന മോദി ഗവൺമെന്റിന്റെ നയത്തിനെതിരെ സിപിഐയുടെ കർഷക സംഘടനയായ ഭാരതീയ ഖേത്ത് മസ്ദൂർ യൂണിയൻ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അത്യാധുനിക സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ചു. ലാബ് സജ്ജീകരിച്ചത് ക്രിയാസ് പാർക്ക് സ്റ്റെം ഇന്നൊവേഷൻ ലാബിന്റെ സഹകരണത്തോടെ. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരി വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘത്തിൽ സ്ഥിര നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്തെത്തിയതോടെ കേസെടുത്ത് പോലീസ്. സംഘം സെക്രട്ടറി, ക്ഷേമ സഹകരണ സംഘം ഗവേണിംഗ് ബോഡി എന്നിവർക്കെതിരെയാണ് കേസ്. മുഴപ്പിലങ്ങാട് സ്വദേശികളായ P. ജഷീന, അനുകൂൽ എന്നിവരാണ് നിലവിൽ പരാതി നൽകിയത്. തട്ടിപ്പിന്റെ വ്യാപ്തി കോടികൾ കടക്കുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. BNS 2023 പ്രകാരം 318/4, 316/2 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് തലശ്ശേരി വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി ജോജിഷ്, വ്യാപാരി നേതാക്കൾ ഉൾപ്പെടുന്ന ഗവേണിംഗ് ബോഡി എന്നിവർക്കെതിരെ കേസെടുത്തത്. മുഴപ്പിലങ്ങാട് പുതിയപുരയിൽ P. ജഷീന 2026 ജനുവരി 22 2 ലക്ഷം രൂപയും മെയ് 25 15 ലക്ഷം രൂപയുമാണ് നൽകിയത്. മുഴപ്പിലങ്ങാട്ടെ കുളങ്കടവിൽ വാത്സല്യത്തിൽ അനുകുൽ മെയ് 25 37,95,000 രൂപയാണ് നിക്ഷേപിച്ചത്. നാളിതുവരെ ഒരു തുകയും ലഭിച്ചില്ല എന്നും ഇരുവരും പരാതിയിൽ പറയുന്നു. നിരവധി ആളുകൾ തട്ടിപ്പിനിരകളായിട്ടുണ്ടെന്നും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നുമാണ് സൂചനകൾ. നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി സംഘം സെക്രട്ടറിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചതെന്നും മറ്റ് ബാങ്കുകൾ നൽകുന്നതിലും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. സംഘം പ്രസിഡന്റ് അടക്കമുള്ളവർ ഗ്യാരണ്ടി നൽകിയതായും വ്യക്തമാക്കിയതോടെയാണ് ഗവേണിംഗ് ബോഡിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2 പേരിൽ നിന്നും മാത്രം 55 ലക്ഷത്തോളം രൂപയുടെ പരാതി വന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി കോടികൾ കടക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും യുവതിയെ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതിലുള്ള മനോവിഷമം കാരണം പാനൂരിലെ ആദിത്യ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ യുവാവിന്റെ ജാമ്യഹർജി ജില്ലാ സെഷൻസ് ജഡ്ജ് M. മനോജ് തള്ളി. പനിനൂർ മനേക്കരയിലെ നന്ദനത്തിൽ സാരൻ നൽകിയ ജാമ്യഹർജിയാണ് കോടതി തള്ളിയത്. പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടിയുടെ ദേഹത്ത് 7ഓളം മുറിവുകൾ കാണപ്പെട്ടിരുന്നുവെന്നും പ്രതി വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് സന്ദേശം അയച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെന്നും ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് K. അജിത് കുമാർ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. ആദിത്യയെ ജൂൺ 8 വൈകുന്നേരമാണ് പ്രതി അടിച്ച് പരിക്കേൽപ്പിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്നു മൊകേരി വള്ളങ്ങാട് സ്വദേശിനിയായ ആദിത്യ. പാനൂർ പോലീസാണ് കേസ് അന്വേഷണം നടത്തിവരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നയത്തിനെതിരെ CPIയുടെ കർഷക സംഘടനയായ ഭാരതീയ ഖേത്ത് മസ്ദൂർ യൂണിയൻ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. തൊഴിൽദാന പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കുക, ദേശീയ കർഷക തൊഴിലാളി നിയമം നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന സമരം CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV ബാബു, M. ഗംഗാധരൻ, PV സുരേന്ദ്രൻ, പപ്പൻ കുഞ്ഞുമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. C. ലത, TB നാരായണൻ, C. രവീന്ദ്രൻ, GP രാജലത, സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ PSC ഓഫീസ് ഉപരോധിച്ചു. കാൽടെക്സ് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കാൽടെക്സിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു.
യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഹേമന്ത് മാവിലക്കണ്ടി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അർജുൻ ദാസ്, TV സ്വരാജ്, ജില്ലാ സെക്രട്ടറി M ശ്രുതി, ട്രഷറർ M വൈശാഖ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുവീഷ് കോറോത്ത്, ചിറക്കൽ മണ്ഡലം പ്രസിഡന്റ് TV അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ക്രിയാസ് പാർക്ക് സ്റ്റെം ഇന്നൊവേഷൻ ലാബിന്റെ സഹകരണത്തോടെ അത്യാധുനിക സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ചു. മാഹി MLA അഡ്വക്കേറ്റ് അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മയ്യഴിയിലെ ആദ്യത്തെ സ്കിൽ ഇന്നൊവേഷൻ ലാബാണ് ആലി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. മാഹി MLA അഡ്വക്കേറ്റ് അശോക് കുമാർ സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 100% വിജയം നേടുന്ന ഒരു സ്കൂളാണിത്. അതുമാത്രമല്ല, മാഹിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നത് ഈ സ്കൂളിലെ കുട്ടികളാണെന്നത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാഹിയിൽ ആദ്യമായിട്ടാണ് ഒരു AI ലാബ് ഇവിടെ തുടങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ പഠിപ്പിൻ്റെ ഭാഗമായി സബ്ജക്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മാഹിയിൽ ആദ്യമായി തുടങ്ങി എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ്. സാധാരണ AI ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. നമ്മളൊക്കെ ഞാനൊരു അഭിഭാഷകനാണ്. ഞാനൊക്കെ എന്തെങ്കിലും ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ AI-യിലേക്ക് ഒരു ChatGPT-യിലേക്ക് കൊടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ മാത്രം ഇപ്പോൾ ഒരു മെസ്സേജ്, കാര്യമായ ഒരു ഓഫീസർക്ക് ഒരു മെസ്സേജ് വാട്സപ്പിൽ അയക്കുന്നുണ്ടെങ്കിൽ അത് MI-യിലിട്ട് കറക്റ്റ് ചെയ്ത് അതിൻ്റെ നല്ല വേർഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ അയക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ ആളും ഏതെങ്കിലും ഒരു വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് കൂവ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക K ഷജിന സ്വാഗതം പറഞ്ഞു. ക്രിയാസ് പാർക്ക് ഡയറക്ടർമാരായ TP റിലേഷ്, TA ഷിംജ, ഓപ്പറേഷൻസ് മാനേജർ PM അർജുൻ, K സജിന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഡ്രോൺസ്, 3D പ്രിന്റിംഗ്, ഡിസൈൻ തിങ്കിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയവ ഇവിടെ സജ്ജമാണ്. ഇതൊരു സാധാരണ സാങ്കേതിക ലാബ് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത സമഗ്രമായ ഇന്നൊവേഷൻ ഇക്കോ സിസ്റ്റമാണ്. ഹാൻഡ്സ് ഓൺ ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ, ഘടനാപരമായ കരിക്കുലം, ഗൈഡഡ് പ്രൊജക്റ്റുകൾ, ഇന്നൊവേഷൻ പ്രവർത്തനങ്ങൾ, പ്രായോഗിക പരിശീലനം, സർട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള പഠന അവസരങ്ങൾ എന്നിവ ക്ലാസ് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അക്കാദമിക് പഠനത്തോടൊപ്പം ഭാവിയിൽ ആവശ്യമായ സാങ്കേതിക കഴിവുകളും പ്രശ്നപരിഹാര ശേഷിയും വളർത്തിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ലാബിലൂടെ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിപരമായി ചിന്തിക്കാനും യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മാതൃകകൾ നിർമ്മിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാനും സ്വയം ഇന്നോവേറ്റ് ചെയ്യാനുള്ള ആത്മവിശ്വാസം നേടാനും അവസരം ലഭിക്കും. The robot dustbin has the brain, the speed motor, the sensor and the battery. This is how it works. When we keep the hand near to the ultrasonic sensor, it opens and we can put the trash in. Morning everyone. My name is Azan Ahmed and I am in 5th A. Good morning everyone. I am from 5th C. My name. വിദ്യാഭ്യാസം ഇന്ന് പാഠപുസ്തകങ്ങളിലും പരീക്ഷകളിലും മാത്രം ഒതുങ്ങുന്നതല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, മറ്റ് വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവ ലോകത്തെ വേഗത്തിൽ മാറ്റിമറിക്കുന്ന ഘട്ടത്തിൽ കുട്ടികളെ ഭാവിക്കായി സജ്ജരാക്കുക എന്നത് അനിവാര്യമാണ്. ഈ സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ്
അതിനായുള്ള പ്രായോഗികവും ദീർഘദർശിയുമായ ഒരു മുന്നേറ്റവുമാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicherry Institute of Advanced Studies, TIAS, Kundurmala, Punya West, Telicherry. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, PCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847 904444, 9847 404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well-equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. തലശ്ശേരി MLA കാരായി രാജന് കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കുണ്ടുചിറ പൗരാവലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തലശ്ശേരിക്കടുത്ത കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാരായി രാജൻ MLAക്ക് പൗരസ്വീകരണമൊരുക്കി. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. കാരായി രാജൻ MLA ഉപഹാര സമർപ്പണവും മറുപടി പ്രസംഗവും നടത്തി. സംസ്ഥാനതലത്തിൽ കൂടുതൽ തവണ രക്തദാനം ചെയ്തതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ സുഗീഷ് പല്ലോടിയെ ചടങ്ങിൽ കാരായി രാജൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. TK ഷാജി അധ്യക്ഷനായി. M ഷിജു, സുഗീഷ് പുല്ലോടി, കല്ലൻ പ്രമോദ്, വിനീഷ് കുന്നപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ ലയൺസ് ക്ലബ്ബ്, PRM HSS NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയേർഡ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PP പ്രദീപൻ ക്ലാസ് എടുത്തു. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും പാനൂർ ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ബിഷ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മക്കളാണ്. അതങ്ങനെ തന്നെയാണ് ആ വിശ്വാസം. അതെല്ലാവരും ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇത്രമാത്രം പറയുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PP ശ്രീധരൻ അധ്യക്ഷനായി. റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP പ്രദീപൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികളുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അനുകുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എനിക്ക് സുഖം മാത്രം മതി എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബോധതലത്തിലുണ്ടാകുന്ന ചില മാറ്റം, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചിലപ്പം അതാണ് ആരെങ്കിലും വെച്ച് നിൽക്കുന്ന പൊതികൾ വാങ്ങിയിട്ട് താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളുടെ അച്ഛന് അതൊരു ബാധ്യതയായിട്ട് മാറും. നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തെറ്റായ രീതികളൊന്നും നമ്മുടെ ഈ പ്രായത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രണത്തിന് വിധേയമാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് എനിക്ക് മുന്നേറുവാൻ പാടില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. P പവിത്രൻ, KP ജയചന്ദ്രൻ, K കൃഷ്ണൻ മാസ്റ്റർ, ഗീത കൊമ്മേരി, KP പ്രമോദ്, മുരളീകൃഷ്ണൻ, NSS കോർഡിനേറ്റർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. വായനാ പക്ഷാചരണം ജില്ലാതല സമാപനത്തിന്റെ ഭാഗമായി ദാസിന്റെ ലോകം എന്ന പേരിൽ തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ IV ദാസ് അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് IV ദാസ് അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനത്തിന്റെ ഭാഗമായാണ് ദാസിന്റെ ലോകം എന്ന പേരിൽ IV ദാസ് അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചത്. മയ്യയുടെ കഥാകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഇത്രയും വലിയ വീട് താമസിക്കേണ്ട ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ കാലത്ത് നമ്മൾ കാണണോ? അപ്പോൾ വാസ്തവത്തിൽ പിന്നെ IV ദാസൻ മാസ്റ്റർ ഈ ഒരു ആത്മശുദ്ധി അത് മാസ്റ്ററുടെ മാത്രമല്ല. ആ പഴയ കാലത്ത് നമുക്ക് പിന്നെ അധ്യാപകരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏത് മുക്കിലും മൂലയിലും പോയാലും ഏത് നാട്ടുപുറങ്ങളിൽ പോയാലും
അവിടേക്ക് അധ്യാപകരുണ്ടായിരുന്നു. അവർ ഇന്നത്തെ പോലെയുള്ള അധ്യാപകരായിരുന്നില്ല. പഴയകാലത്ത് അവർക്ക് ലാളിത്യം ഉണ്ടായിരുന്നു. അവർ വാസ്തവത്തിൽ സമൂഹത്തെ നേരെ നടത്തിച്ചിട്ടുള്ള ആളുകളാണ്. കയ്യിൽ വടിയുമായിട്ട് സമൂഹത്തിന് വഴിതെറ്റുമ്പോഴൊക്കെ അവരെ നേരെ നടത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ള അധ്യാപകർ. അവർ വളരെ ലളിതമായ ജീവിതം നയിച്ചു. അവർക്ക് ആർഭാടം ഉണ്ടായിരുന്നില്ല. ആ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ദാസൻ മാഷ്. മറ്റൊന്ന്, ദാസൻ മാഷ് ആ പഴയകാലത്തെ കമ്മ്യൂണിസത്തിൻ്റെ ആത്മശുദ്ധി കൂടിയാണ്. അത്രയും കമ്മ്യൂണിസത്തിൻ്റെ ആത്മശുദ്ധിയുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാനവിടെ താമസിക്കുന്ന സമയത്തൊക്കെ, അക്കാദമിയിൽ താമസിക്കുന്ന സമയത്തൊക്കെ രാവിലെ ഞാനും ദാസമായിട്ട് നടക്കാൻ പോകും. അക്കാദമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൃശ്ശൂർ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്ഷേത്രങ്ങളുടെ സ്ഥലമാണ്. ദാസമാഷ്ക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാനാണെങ്കിൽ ശരിക്കും ദഹിച്ചിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസം ദഹിച്ചിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് ദൈവത്തെ കാണുമ്പോഴും അമ്പലത്തെ കാണുമ്പോഴും ഞാൻ അറിയാതെ ഒന്ന് നമസ്കരിച്ചു പോകും. അപ്പം ഞാനും ദാസമാഷും കൂടി അങ്ങനെ നടക്കാൻ പോകും. ആ നടക്കുന്ന സമയത്തൊക്കെ ദാസമാഷ് ശരിയായ ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകനായിട്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. എന്നെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ, കോഴിക്കോട് കേളിവേട്ടൻ പഠന ഗവേഷണ കേന്ദ്ര ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ ദാസൻ മാസ്റ്ററുടെ വിവിധ മേഖലകളിലെ സംഭാവനകളെക്കുറിച്ച് വിഷയാവതരണം നടത്തി സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ, തലശ്ശേരി താലൂക്ക് കൗൺസിൽ സംഘടിപ്പിച്ച മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാവുന്ന ശീർഷകത്തിൽ ഒരുക്കിയ വായന ചലഞ്ചിൽ മികച്ച പ്രവർത്തനം നടത്തിയ താലൂക്കിലെ 20 വായനശാലകളെ അനുമോദിച്ചു. M. മുകുന്ദൻ അനുമോദനം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം P. കരുണാകരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ സുധാ അഴീക്കോടൻ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറാൽ പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് കരാത്തെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കരാത്തെ കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി K. വിനോദ് കുമാറിനെ ആദരിച്ചു. IV ദാസ് അനുസ്മരണവും ഇതോടൊപ്പം നടന്നു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK. താഹിർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കര പുരുഷു AK. സുരേശൻ, ഷിംന എന്നിവർ സംസാരിച്ചു. ബഷീർ അനുസ്മരണ പരിപാടികളോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കരാട്ടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടതിന് തുല്യമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കരാട്ടെ പഠിച്ചിട്ടുള്ളത്. അത്തരം കാലഘട്ടത്തിൽ നിന്ന് കരാത്തെ പോലെയുള്ള ഈ ആയോധനകല കൂടുതൽ അറിവുകളില്ലാത്ത സമയത്ത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ എന്നെ ചേർത്ത് വെച്ച ഈ ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ, സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ സപ്പോർട്ടാണ് എന്നെ ഈ വലിയ നിലയിൽ എത്തിച്ചില്ലെങ്കിൽ കൂടിയും ഈ നിലയിൽ എത്തിക്കാൻ കാരണം എന്നതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പ്രസിഡന്റ് M. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. TP സനീഷ് സ്വാഗതവും നിതിഷ നന്ദിയും പറഞ്ഞു. ഒരു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395500400 0490299267. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം.
ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 0490 299 2067 9395 00400. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. വടക്കുംപാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വായനാ മത്സര വിജയികളെയും പരീക്ഷകളിലെ ഉന്നത വിജയികളെയും അനുമോദിച്ചു. സംസ്ഥാന വ്യാപകമായി ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചലഞ്ച് മത്സരത്തിലെ വിജയികളായ വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വായനശാല പരിധിയിലെ ജേതാക്കളെയുമാണ് അനുമോദിച്ചത്. വിജയോത്സവം പരിപാടി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അദ്ദേഹം ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം വി ദിജിഷ അധ്യക്ഷയായി. ഭാരവാഹികളായ പ്രകാശ് ബാബു മാസ്റ്റർ, രാജൻ പാലോറാൻ, CV കലാകൃഷ്ണൻ, M ഹനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായനാ ചലഞ്ച് മൂല്യനിർണ്ണയം നടത്തിയ മാധ്യമപ്രവർത്തകൻ നാഷിഫ് അലിമിയാൻ വായനാ കളരി പരിപാടി അവലോകനം ചെയ്തു. KM പ്രകാശൻ, ബിന്ദു, സ്നേഹ, നെയ്യൻ പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ IV ദാസ് അനുസ്മരണ പരിപാടി നടത്തി. VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം വായന അവസാനിപ്പിക്കാനുള്ളതല്ല, ഈ ഒരു പരിപാടിയുടെ അവസാനം മാത്രം അനുസ്യൂതം നടക്കേണ്ട ഒന്നാണ് വായന. അതിനുള്ള പ്രചോദനവും സൗകര്യങ്ങളും ഒരുക്കുക എന്നതാണ് വായനശാലകളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം തുടർന്നും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വായനയുടെ അവസാന ദിനം എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നില്ല. K അച്യുതൻ IV ദാസുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു. വായനശാല പ്രസിഡന്റ് TK ഷാജി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സര വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൂക്കോം ചൗക്കിലോട്ട് മൊയിലോം ശിവക്ഷേത്രത്തിൽ ശ്രീ രുദ്ര ഉപാസന നടന്നു. ക്ഷേത്രത്തിൽ ആദ്യമായി നടന്ന ഉപാസനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു.
വേദത്തിലെ വിശിഷ്ടമായ മന്ത്രമാണ് കൃഷ്ണ യജുർവേദീയ തൈത്തിരീയ സംഹിതയിലെ 24ാമത് പർച്ചമായ ശ്രീരുദ്രം. മാനവകുലത്തിന് ഏറെ മംഗളപ്രദമായ ശ്രീരുദ്ര ഉപാസന ശൈവാരാധനകളിൽ പ്രഥമ ഗണനീയമാകുന്നു. തൈത്തിരീയ നസ്വര പഠന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീരുദ്ര ഉപാസനയിൽ ബ്രഹ്മശ്രീ കൂടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി, ചാലക്കുടി നീലമന മാധവൻ നമ്പൂതിരി, എരുമക്കോട് ഗോവിന്ദൻ നമ്പൂതിരി, ഇ വി കൃഷ്ണൻ പോറ്റി കൊട്ടാരക്കര, ശങ്കരൻ നമ്പൂതിരി കോഴിക്കോട്, കുളങ്കര നാരായണ നമ്പൂതിരി കോഴിക്കോട്, ഗോപകുമാർ നമ്പൂതിരി, എക്കോട്ടിലം ഗണേഷ് നമ്പൂതിരി, കണ്ണൂർ മല്ലിശ്ശേരി ഭാനുപ്രകാശ് നമ്പൂതിരി, വ്യതിരമന ഗണപതി നമ്പൂതിരി എന്നീ ആചാര്യർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഇദംപ്രദവുമായി നടന്ന ശ്രീരുദ്ര ഉപാസനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘത്തിൽ സ്ഥിര നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്ത്. കേസെടുത്ത് പോലീസ്. തട്ടിപ്പിന്റെ വ്യാപ്തി കോടികൾ കടക്കുമെന്ന് സൂചന. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും യുവതിയെ കൈകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതിലുള്ള മനോവിഷമം കാരണം പാനൂരിലെ ആദിത്യ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ യുവാവിന്റെ ജാമ്യഹർജി തള്ളി. ജാമ്യഹർജി തള്ളിയത് ജില്ലാ സെഷൻസ് കോടതി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന മോദി ഗവൺമെന്റിന്റെ നയത്തിനെതിരെ CPIയുടെ കർഷക സംഘടനയായ ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയൻ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അത്യാധുനിക സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ചു. ലാബ് സജ്ജീകരിച്ചത് ക്രിയാസ് പാർക്ക് സ്റ്റെം ഇന്നൊവേഷൻ ലാബിന്റെ സഹകരണത്തോടെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.